കേരളത്തിൽ ആര് ഭരണത്തിൽ വന്നാലും വരാനിരിക്കുന്നത് നല്ല കാലമല്ല എന്ന് വേണം ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ. അതിന് കാരണം കേരളത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതയോ സവിശേഷതയോ അല്ല, ആഗോള സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യം അതീവ പ്രതിസന്ധിയിലേക്ക് കടന്നുപോകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് പാചകവാതകത്തിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിക്കൊണ്ടുള്ള തിരിച്ചടി, ഇരുട്ടടി എന്ന് തന്നെ പറയാം, അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. LPGക്ക് കടുത്ത ക്ഷാമം നേരിടുന്നു. ഹോർമോസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പാചകവാതകത്തിന്റെ വില വർദ്ധിക്കും എന്നത് വ്യക്തമായിരുന്നു. ഇനി അറിയേണ്ടത് ഒരു പക്ഷേ ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടി ഈ തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള വിലവർദ്ധനമാണ് വരുത്തിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അത് ഒരു പാചകവാതക സിലിണ്ടർ, അതായത് 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ 1000-നടുത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഈ ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ എന്നൊക്കെ പറയുന്നത് പോലും വലിയ തുകയായി റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്താണ് 1000 രൂപയോളം ഒരു സിലിണ്ടറിൽ മാറുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 993 രൂപ ആണ് ഒരു സിലിണ്ടറിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ള വർധനവ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അടക്കമുള്ള വിലവർധനവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡൽഹി വില ഉയർന്നു നിൽക്കുന്നു. 3071 രൂപ ആണ് ഒരു സിലിണ്ടറിന് നൽകേണ്ടതായി വരുന്നത്. കൊച്ചിയിൽ അത് 3085 രൂപയാണ്. തിരുവനന്തപുരത്ത് അത് 3106 രൂപയാണ്. കോഴിക്കോട് അത് 3117 രൂപയാണ്. അതായത് ഹോട്ടൽ ഉടമകളെയും ഹോട്ടൽ വ്യവസായികളെയും സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഈ ഭാരം വരാൻ പോകുന്നത് സാധാരണക്കാരായ ആളുകളിലേക്കാണ്. സ്വാഭാവികമായും ഒരു സിലിണ്ടറിന് ഇത്രയധികം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഹോട്ടൽ വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക് അവരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക്, വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടതായി വരും. സ്വാഭാവികമായും അത് സാധാരണക്കാരായ ആളുകൾക്ക്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വില അധികമായി നൽകേണ്ടി വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. വളരെ പെട്ടെന്ന് നവമി ദിനേശ് ചേരും. അതിനു മുമ്പ് ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ ചില ഹോട്ടൽ നടത്തിപ്പുകാർക്ക് പറയാനുണ്ട് ചിലത്. അതാദ്യം കേൾക്കാം. വളരെ ബുദ്ധിമുട്ടിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ ഇപ്പോൾ 600 രൂപ കൂടുതൽ കൊടുത്താണ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിലാണ് നമുക്ക് തരുന്നതെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ ഞങ്ങൾക്ക് 6 തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് 1 2 ഒക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ അതില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ്, ഉച്ചക്കലത്തെ മീൽസ് നിർത്തിയിരിക്കുകയാണ്. മീൽസ് ഇല്ല. അത്യാവശ്യം ഞങ്ങൾ കൊടുക്കേണ്ട ഫുഡുകൾ മാത്രം ഈ കിട്ടുന്ന സിലിണ്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുക. പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. മീൽസ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഒരു ദിവസം 100 മീൽസ് പോയിക്കൊണ്ടിരുന്ന ആ മീൽസ് പോലും നമ്മളിപ്പോൾ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ 28 ദിവസമായി. ഇതുവരെയായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടാത്തത് കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇത് 100% ഈ ഉപഭോക്താക്കളെ ബാധിക്കുകയും ചെയ്യും. ഈ വരുന്ന കസ്റ്റമേഴ്സ് പോലും നമ്മളോട് ഈ സാധനത്തിന് വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടി വരും. അത് നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? ഗ്യാസിന് വില കൂടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഓൾറെഡി നമ്മളോട് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് നിങ്ങളിപ്പോൾ നല്ലതല്ല തരുന്നത്. കാര്യം നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ലൈവിലാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ലൈവിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ ലൈവിൽ ഫുഡ് കൊടുത്താൽ ചൂടുണ്ട്, ആൾക്കാർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈവിൽ ഫുഡ് കൊടുക്കാത്തത് കാരണം പറയും ഇത് ചൂടില്ല. എന്തുകൊണ്ടാണ് ചൂടില്ല? ഞങ്ങൾ പറയുന്നത് സാറേ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ക്ഷമിച്ചു പോകും. ചിലരങ്ങനല്ല, ചിലർ നമ്മളോട് കമൻറ്റ് ചെയ്യും, നിങ്ങളത് പറയേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഇതിനെ പിന്നെ തുറന്ന് വെച്ചിരിക്കുന്ന അടയ്ക്കാൻ മേലെ എന്നും പറഞ്ഞ് നമ്മളോട് ചൂടാവുകയും ചെയ്യും. അതായിരുന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നേരത്തെ നല്ലോണമൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു 40% പോലും ഇപ്പോൾ നടക്കുന്നില്ല നമുക്ക്. കാര്യം നമുക്ക് മീൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതില്ല, നമുക്ക് അതിലും പൈസ കുറവാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റാഫുകളുടെ എണ്ണവും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കണമെന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാഫുകളുടെ എണ്ണം കുറച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ആൾക്കാർ തന്നെ വേണം. ഒരു ഐറ്റം ഇല്ലെന്നും പറഞ്ഞ് സ്റ്റാഫിനെ കുറച്ചിട്ട് കാര്യമില്ലല്ലോ. സ്റ്റാഫിനെ എങ്ങനെയാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയല്ലേ പറ്റൂ. ജീവിച്ചല്ലേ പറ്റൂ, നമ്മൾ കഴിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയല്ലേ പറ്റൂ. നമ്മളിപ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതല്ല ഇപ്പം എന്നാ ചെയ്യുന്നത്. ആലോചിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ മാസത്തിൽ ഒരു ദിവസമാണ് പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ മലപ്പുറത്ത് നിന്ന് വരിക. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് കയറി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ട് കയറുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കഴിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും.
യെസ്, എന്തായാലും ഹോട്ടൽ വ്യവസായം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് അവർ നേരിട്ട പ്രതിസന്ധിയായിരുന്നു. അതിനിടെ പല ഹോട്ടലുകളും വിറകടുപ്പുകളിലേക്ക് മാറിയിരുന്നു. പക്ഷേ വിറകിന്റെ വില ആ ഘട്ടത്തിൽ ഉയരുന്ന പശ്ചാത്തലമാണ്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പല ഹോട്ടലുകളിലും അത്തരത്തിൽ വിറകടുപ്പുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ് ഉള്ളത്. നവമി തുടരുന്നുണ്ട്. നവമി, ഇതാ നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഹോട്ടൽ ഉടമകളുടെയും ഹോട്ടൽ നടത്തിപ്പുകാരുടെയും ഒക്കെ പ്രയാസങ്ങൾ മനസ്സിലായതാണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ ഹോട്ടലിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഇതിനെല്ലാം വില കൂടുമ്പോഴും മലയാളികളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, മാസശമ്പളക്കാരുടെ ശമ്പളം വർദ്ധിക്കുന്നില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതര വരുമാനത്തിലേക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് സെയിൽ ഗണ്യമായി കുറയുന്നു. രണ്ടാമത് വിഭവങ്ങൾ ചുരുക്കേണ്ടതായി വരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളികളുടെ പ്രിയപ്പെട്ട ഊണ്. അത് പല ഹോട്ടലുകളിലും ഇപ്പോൾ ലഭിക്കുന്നില്ല. കാരണം ഊണിന് പലതരം കറികൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കൂടുതൽ എനർജി ആവശ്യമായി വരുന്നു. അത് ഒഴിവാക്കിയ പശ്ചാത്തലമാണ്. ഇപ്പോഴിതാ അതിനോടൊപ്പമാണ് ഒരു സിലിണ്ടറിലേക്കാണ് ഏതാണ്ട് 1000 രൂപയുടെ വർധനവ് വരുന്നത്. ചെറുകിട ഹോട്ടലുകൾ പോലും ദിവസേന ഒരു സിലിണ്ടർ ഉപയോഗിക്കും. അത് ഒരു മിഡിൽ ഹോട്ടലുകളിലേക്കൊക്കെ ആണെങ്കിൽ 4-5 എന്ന നിലയിലൊക്കെ ഉയരും. അതിനും മുകളിലൊക്കെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകളുമുണ്ട്. അപ്പോൾ ഇത്തരം ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. വില വർദ്ധിപ്പിക്കാൻ ഹോട്ടൽ നടത്തിപ്പുകാർ നിർബന്ധിതരാകുന്നു. അതല്ലേ ഇപ്പോഴത്തെ പശ്ചാത്തലം? ഉറപ്പായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. എന്തായാലും സ്വാഭാവികമായും ഇപ്പോൾ ഈ ഗ്യാസിന്റെ വില വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ഉപഭോക്താക്കൾ വില വർദ്ധിപ്പിക്കുവാനും ഉള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. ചേട്ടാ, ഇപ്പോൾ ഈ ഹോട്ടലുകളിലെ ഗ്യാസിന്റെ വില കൂടുകയാണ്. സ്വാഭാവികമായും നമ്മൾ വന്ന് കഴിക്കുന്നവരെ സംബന്ധിച്ച് പോക്കറ്റ് കാലിയാകുന്ന വഴി നോക്കണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഗ്യാസിൻ്റെ വില വർദ്ധിക്കുമ്പോഴേക്കും സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ ഹോട്ടലുകാർക്ക് നിലനിൽപ്പില്ല. അത്രയുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കാനൊന്ന് ആലോചിക്കേണ്ടി വരും. പുറത്ത് വന്ന് സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഭക്ഷണം കഴിച്ചു പോകും. അപ്പോൾ കൂടിയ വില കൊടുക്കേണ്ടി വരും. അത് വലിയൊരു പ്രതിസന്ധിയല്ലേ? ഒരു പ്രതിസന്ധിയില്ല. സാധനങ്ങൾ ഓരോന്നിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമല്ല. പണ്ടുണ്ടായിരുന്ന ചാർജ് അല്ലല്ലോ ഇപ്പോൾ ഒന്നിനും. ഇപ്പോൾ ഒരു ചായക്ക് എത്രയാണ്? പണ്ട് എത്രയായിരുന്നു ഒരു ചായക്ക്? നിസ്സാര പൈസയൊക്കെ ആയിരുന്നു. അതുപോലെയെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാലാനുസൃത മാറ്റം. ഗ്യാസിന് വില കൂടുമ്പോൾ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. അതെല്ലാം ഉൾക്കൊണ്ടേ. ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? ഗ്യാസിന്റെ ഒറ്റയടിക്ക് 1000 രൂപ ഈ ഹോട്ടലുകളുടെ അത് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ എന്തായാലും അത് കൂടുതലെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കൂടി അസീസ് ചേരുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അതായത് ഇന്ന് രാവിലത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അതായത് ഇതിൻ്റെ നടത്തിപ്പിൽ താളം തെറ്റിപ്പോയ ഒരു വല്ലാത്തൊരു ന്യൂസാണ്. കാരണം 1000 രൂപ, ഞാൻ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എന്നതിലുപരി ഒരു ഹോട്ടൽ കച്ചവടക്കാരനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 35 വർഷത്തോളമായി ഈ ഹോട്ടൽ മേഖലയിൽ. ആദ്യമായിട്ടാണ് ഒരു ദിവസം, അതായത് 993 എന്ന് പറയുന്നത്, അതെനിക്ക് തോന്നുന്നു മാജിക് ഫിഗർ 1000 ആക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ കണക്ക് കൂട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കേന്ദ്ര ഗവൺമെൻറ്റും പെട്രോളിയം മന്ത്രാലയവും കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ 2 വഴികളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഒന്ന്, വില കൂട്ടുക എന്നുള്ളതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇതിനനുസരിച്ച് ഞങ്ങൾക്കത് കൂട്ടാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പേടി ഞങ്ങളുടെ കസ്റ്റമേഴ്സായ സാധാരണക്കാരായ പൊതുജനങ്ങളാണ്. അത് കൂട്ടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഒരുപാട് വലിയൊരു ഹൈക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളെ വളരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് ഞങ്ങൾ കൂട്ടാതെ ഒരു നിവൃത്തിയില്ല. കാരണം ഒരു ദിവസം ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്നവനെ സംബന്ധിച്ച്, അതായത് ചെറുകിട കടകളെ സംബന്ധിച്ച് പോലും 1000 രൂപ അഡീഷണൽ എക്സ്പെൻസാണ് വരുന്നത്. ഈ 1000 രൂപ എങ്ങനെ അവൻ കണ്ടെത്തും? അവന് വീട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ രീതിയിൽ കൂട്ടണം. മറ്റൊരു കാര്യം, ഞങ്ങൾ വീണ്ടും പേടിക്കുന്ന ഏറ്റവും വലിയ പ്രധാന കാരണം, ഇപ്പം നാളെ മറ്റന്നാൾ കഴിയുമ്പോൾ എനിക്ക് മിക്കവാറും ഡീസലിനും പെട്രോളിനും വില കൂടാൻ സാധ്യതയുണ്ട്. ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോൾ ഇവിടുത്തെ നമ്മളെല്ലാം, അതായത് എല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അത് പച്ചക്കറി ആയാലും പലവ്യഞ്ജനങ്ങളായാലും എന്തായാലും.
അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ ലോറി വാടക കൂടും. ലോറി വാടക കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം വില കൂടും. അപ്പോൾ മൊത്തത്തിലൊരു വീർപ്പുമുട്ടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഉടനടി ഒരു പരിഹാരം കേന്ദ്ര ഗവൺമെൻറ്റെയും പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവണം. കാര്യം ഇത്രയും ദിവസം ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തിരുന്നുകൊണ്ട് ഈ രീതിയിലുള്ളൊരു ഇരുട്ടടി വേണ്ടായിരുന്നു. കാരണം മാർച്ച് മുതൽ ഇങ്ങോട്ട് കൂട്ടിയാൽ ഏതാണ്ട് 1300 രൂപയാണ് ഒരു സിലിണ്ടർ, വാണിജ്യ സിലിണ്ടറിൻ്റെ 19 കിലോ സിലിണ്ടറിന് കൂടിയേക്കുന്നത്. മൊത്തത്തിൽ 1300 രൂപയാണ് കൂടിയേക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും തീരുമാനിക്കും ഏത് രീതിയിലാണ് ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.